മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ട് കലങ്ങുന്നു. ഹല്ലേലൂയ. നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ട് കലങ്ങുന്നു. പക്ഷേ ഒന്ന് മതി, അല്പം മതി. അല്പമേ വേണ്ടൂ. എന്താ? നല്ല അംശം തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. മറിയ അവൻ നല്ല അംശം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അർത്ഥമെന്താ? ദൈവസന്നിധിയിൽ മുട്ടുകുത്തി മുട്ടുമടക്കി ദൈവവചനങ്ങൾ വായിച്ച് ദൈവവചനം ധ്യാനിച്ച് ദൈവത്തോട് അവൻ നിലവിളിക്കുന്നു. അവൻ ദൈവം തമ്പുരാൻ പറയുന്ന ഒരു പദമാണ്, നീ നല്ല അംശം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നല്ല അംശം തിരഞ്ഞെടുത്ത ആമേൻ മറിയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മറിയ അവസാനം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് മാർത്തയ്ക്ക് എന്തില്ല? ആത്മീയമില്ല. മറിയ ആമേൻ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നയാളാണ്. അവസാനമായപ്പോ ലാസർ മരിച്ച് നാട്ടിൽ വെച്ചപ്പോ ബഥാനിയയിലേക്ക് യേശു തമ്പുരാൻ വരികയാണ്. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നിന്നിട്ട് ഹല്ലേലൂയ സ്വത്രം ആമേൻ കർത്താവ് ആളെ അയച്ചു. ഹല്ലേലൂയ സ്വത്രം ആലോചിച്ച് മറിയോട് പറഞ്ഞു, മാർത്തയോട് പറഞ്ഞു, ഹല്ലേലൂയ സ്വത്രം കർത്താവ് തമ്പുരാൻ വരുന്നു എന്ന് കേട്ടപ്പോ ആരാദ്യം പോയത്? അല്ല, മറിയല്ല ആദ്യം പോയത്, മാർത്തയാണ് ആദ്യം പോയത്. നല്ല അംശം തിരഞ്ഞെടുത്തയാൾ അകത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രവചിക്കുകയാണ് കർത്താവിനോട്.